الحمد لله الحمد لله الذي وسع كل شيء رحمة وعلما خلق فسوى وقدر فهدى ونعمته نعمه تترى وآلاؤه لا تحصى نحمده سبحانه ونشكره ونثني عليه ونستغفره ونشهد أن لا إله إلا الله وحده لا شريك له من اتبع هداه فلا يضل ولا يشقى ومن أعرض عن ذكره فإن له معيشة ضنكا ويحشر يوم القيامة أعمى ونشهد أن سيدنا ونبينا محمدا عبد الله ورسوله ومصطفاه وخليله المبعوث بالرحمة والهدى صلى الله وسلم وبارك عليه وعلى آله وصحبه ومن سار على نهجهم واقتفى وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും കൂടെ നിങ്ങളോടും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ പല തരത്തിലുള്ള ആശ്വാസങ്ങളും സമാധാനവും ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 1-2 ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് 1-2 കാര്യങ്ങൾ കൂടി ആ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ചില കർമ്മങ്ങൾ അത് നമ്മൾ ഈ ലോകത്ത് വെച്ച് നിർവഹിക്കുന്നതിലൂടെ പരലോകത്ത് എല്ലാവരും പ്രയാസത്തിലും അതുപോലെ തന്നെ വിയർപ്പിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലുമായി നിൽക്കുമ്പോൾ ഈ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളുടെ ഫലമായിക്കൊണ്ട് അല്ലാഹു തആല പല നിലക്കുമുള്ള ആശ്വാസങ്ങൾ നൽകുമെന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരുപാട് ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിക്കുകയും ഉണ്ടായി. അതിൽപ്പെട്ട മറ്റൊന്നാണ് വുളൂ നിർവഹിക്കുക എന്നുള്ളത്. വുളൂ നമസ്കാരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല. പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ എടുക്കാൻ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ഒരു കാരണവുമില്ലെങ്കിൽ തന്നെ നമ്മൾ വുളൂ ഉള്ള അവസ്ഥയിലാവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. സാധാരണ നമ്മൾ രാവിലെ കുളിച്ച് ജോലിക്ക് പോകാറുണ്ട്. ആ സമയത്ത് നമ്മൾ വുളൂ എടുക്കും. വുളൂ മുറിയുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഓർന്ന് വുളൂ പുതുക്കുകയാണ് എങ്കിൽ അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്ന വലിയ മഹത്വം പറഞ്ഞൊരു ഇബാദത്താണ് വുളൂ. നുഐമുൽ മുജ്മിർ എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹം പറയാണ്, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരിക്കൽ ഉള്ള സന്ദർഭത്തിൽ ഫതവല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതലായി കണ്ട് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമ്മളിലേക്ക് എത്തിച്ചെന്ന സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെറുതാകട്ടെ വലുതാകട്ടെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച ഒരു സ്വഹാബി കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം വുളു എടുത്തു. എന്നിട്ട് പറയാണ്, ഇന്നി സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. വുളൂഇന്റെ അടയാളമായിക്കൊണ്ട് എൻ്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് വിളിക്കപ്പെടുക അവർ തിളങ്ങുന്നവരായിരിക്കുമെന്നാണ്. അപ്പോൾ വുളൂഇന്റെ ആളുകൾക്ക്, വുളൂ എടുത്ത ആളുകൾക്ക്, ഈ ഉമ്മത്തിലെ ആളുകളുടെ അടയാളം പ്രത്യേകതയാണെന്ത്? പരലോകത്ത് അവർ തിളങ്ങുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ആ തിളക്കം ആരെങ്കിലും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് ചെയ്തു കൊള്ളട്ടെ. അവയവങ്ങളൊക്കെ നല്ലപോലെ കഴുകി അദ്ദേഹം കുറച്ചൊക്കെ കയറ്റി കഴുകാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് പരലോകത്ത് ഒരു വേർതിരിവാണ്, മറ്റുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു തആല നൽകുന്ന സവിശേഷതയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, തബ്ലുഗുൽ ഹില്യതു മിനൽ മുഅ്മിനി മിൻ ഹൈതു യബ്ലുഗുൽ വുളൂ. ഒരു സത്യവിശ്വാസി വുളൂ എടുക്കുമ്പോൾ അവൻ്റെ വെള്ളം എവിടെയെല്ലാം ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെയെല്ലാം ആഭരണങ്ങൾ കൊണ്ട് നിറക്കപ്പെടും. സ്വഹീഹുൽ ജാമിഅയിൽ നമുക്ക് റിപ്പോർട്ട് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, അത്തൽ മഖ്ബറത ഫസല്ലമ അലൽ മഖ്ബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മഖ്ബറയിൽ ചെന്നു. എന്നിട്ട് അവിടെയുള്ള ആളുകളോട് സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. വിശ്വാസികളായ ആളുകളെ നിങ്ങൾക്ക് സലാം. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളുമായി കൂടിച്ചേരാനുള്ളവരാണ്. അങ്ങനെ ആ ദുആക്ക് നിർവഹിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലവദിദിനാ അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. എൻ്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് ആഗ്രഹം തോന്നുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇഖ്വാനുകളെ കാണാൻ ആഗ്രഹം തോന്നുകയാണ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അവലസ്നാ ഇഖ്വാനക്. ഞങ്ങൾ എന്താ നിങ്ങളുടെ സഹോദരന്മാരല്ലേ? നിങ്ങളുടെ സഹോദരന്മാരായ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ആരെയാണ് ഇനി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങളുടെ സ്വഹാബികളാണ്. സഹോദരങ്ങളെ, ലോകത്ത് ഒരു മനുഷ്യനും നേടാൻ കഴിയാത്തൊരു സ്ഥാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഒരു സെക്കൻഡ് നേരത്തെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരു ശരീരവും മുഖവും ഒരു സെക്കൻഡ് നേരം ദർശിക്കുക എന്നുള്ളത് അത് മുസ്ലിമായി കാണണം. അമുസ്ലിമായിട്ട് നബിയെ കാണലല്ല, മുസ്ലിമായിക്കൊണ്ട് നബിയെ കാണുക. അതാണ് സ്വഹാബി എന്ന് പറഞ്ഞാൽ. അതിനോട് കടപിടിക്കുന്ന മറ്റൊന്നുമില്ല എന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സ്വഹാബിമാരാണ്. വഇഖ്വാനി അല്ലദീന യഅ്തൂന മിൻ ബഅദി. ഞാൻ സഹോദരന്മാർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി എനിക്ക് ശേഷം വരാനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ കാണാൻ ആഗ്രഹിച്ച ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാളെ സ്വർഗത്തിൽ കാണാൻ നമ്മളും ആഗ്രഹിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നബിയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ ആവശ്യമായ ഒരുപാട് ഇബാദത്തുകളുണ്ടല്ലോ. നമ്മൾ പ്രത്യേകം ഒരു ഖുതുബയായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ശരി, ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന ഫറത്തുകും അലൽ ഹൗൽ. ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഹൗലിങ്കിൽ വരും, ഹൗദുൽ കൗസർ. അങ്ങനെ ആ ആളുകള് അവർ വരുമ്പോൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം എടുത്തു കൊടുക്കുന്ന പരാമർശങ്ങളൊക്കെ വരുന്ന വേറെ ഹദീസുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ തഅരിഫു മൻ ലം യഅതി മിൻ ഉമ്മതിക്. നിങ്ങളുടെ ഉമ്മത്തിലെ ആളുകൾ നാളെ ഹൗദുൽ കൗസറിന്റെ അടുക്ക വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ തിരിച്ചറിയാം? കാരണം ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തും ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഖുർറുൻ മുഹജ്ജലത്തുൻ ബൈന ളഹറാനി ഖൈലിൻ ദുഹുമിൻ ബുഹുമിൻ. കറുത്തിരുണ്ട അല്ല കറുപ്പ് നിറത്തിലുള്ള കുറേ കുതിരകളുടെ ഒരു കൂട്ടം. ആ കൂട്ടത്തിൽ നല്ല വെളുപ്പ് നിറമുള്ള തിളങ്ങുന്ന ഒരു കുതിരയുണ്ടെങ്കിൽ ആ കുതിരകളുടെ ഉടമസ്ഥൻ തൻ്റെ ആ വെളുത്ത കുതിരയെ തിരിച്ചറിയുകയില്ലേ? ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, നഅം, തീർച്ചയായും. അലം യകുൻ യഅരിഫുഹ. ആ വെളുത്ത കുതിരയെ അവർ പ്രത്യേകം തിരിച്ചറിയുകയില്ലേ അതിൻ്റെ ആൾ? സ്വഹാബത്ത് പറഞ്ഞു, ഖാലൂ ബല, അതെ തീർച്ചയായും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നഹും യഅ്തൂന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീൻ മിൻ അസരിൽ വുളൂ. വുളൂഇന്റെ അടയാളത്താൽ എൻ്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് തിളങ്ങുന്നവരായിട്ടാണ് വരിക. അതുകൊണ്ട് ഞാൻ അവരെ തിരിച്ചറിയും. അവർക്ക് ഞാൻ ഹൗദുൽ കൗസറിലെ വെള്ളവും കൊടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വുളൂ എന്ന സുന്നത്ത് ഉറങ്ങാൻ നേരത്ത് വുളൂ എടുക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ സ്പർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ വുളൂവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഇനി ഖുർആൻ ഓതാൻ വുളൂ വേണോ വേണ്ടേ, അത് ചില ഇഖ്തിലാഫും ഭിന്നതകളും അഭിപ്രായങ്ങളുമുള്ള കാര്യമാണ്. ഒരാൾ വുളൂ എടുത്താൽ ഏറ്റവും ഹൈറായ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളുടെ പേരിലും അതല്ലാതെ തന്നെയും ഒരാൾ വുളൂ എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ ആ അവയവത്തെ കൊണ്ട് ചെയ്ത പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അത്രക്ക് മഹത്വമുള്ള കാര്യമാണ് വുളൂ. അത് നമുക്ക് പരലോകത്തേക്ക് ഉപകാരപ്രദമാണ്. സഹോദരന്മാരെ, മറ്റൊരു വിഷയമാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഖുർആൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനാണ് ഏറ്റവും നല്ലവൻ. ആ ഖുർആൻ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതിൽ ആദ്യം ചെയ്യേണ്ട സ്വന്തം മക്കളെ പഠിപ്പിക്കലാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അതിന് പണം മുടക്കിയാലും അതിന് ഇറങ്ങി തിരിച്ചാലും അതിനുവേണ്ടി അധ്വാനിച്ചാലും ഒക്കെ പ്രതിഫലാർഹമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ നമ്മൾ നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മാതാപിതാക്കൾക്ക്, ആ കുട്ടിയുടെ വാപ്പക്കും ഉമ്മക്കും യുക്സാ വാലിദുഹു ഹുല്ലത്തൈൻ ലാ യഖൂമു ലഹും അദ്ദുനിയാ. അവന് 2 ഹുല്ലത്ത് പറഞ്ഞ വസ്ത്രം എന്നാണ്, നല്ല അലങ്കാരമുള്ള വസ്ത്രങ്ങൾ. ചില ഹദീസുകൾ താജ്, തലയിൽ വെച്ചു കൊടുക്കുന്ന കിരീടം എന്നൊക്കെ കാണാൻ സാധിക്കും. അത് ദുനിയാവിനോട് ദുനിയാവ് അതിനോട് കടപിടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും മേത്തരം വസ്ത്രങ്ങൾ. അപ്പൊ അവർ ചോദിക്കും, ഫയഖൂലാനി ബിമ കുസീനാ ഹാദാ, ഇത് എന്തിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇത് ധരിപ്പിച്ചത്? അപ്പോൾ ഫയുഖാൽ പറയപ്പെടും, ബിഅഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചതുകൊണ്ട്. അപ്പൊ ആ മക്കൾക്ക് ആ ഒരു പ്രേരണ, അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കൽ, പ്രത്യേകിച്ചും ഖുർആൻ ഹിഫ്ളാക്കുന്ന കാര്യം, മനഃപ്പാഠമാക്കുന്ന കാര്യം, അതിൽ മാതാപിതാക്കൾ താല്പര്യം കാണിക്കൽ, ഇത് പരലോകത്തേക്ക് ഏറ്റവും വലിയ ഖൈറായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് ഹസനാണ് എന്ന് സ്വഹീഹു തർഗീബിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് ഖുർആൻ മക്കളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഖുർആൻ പാരായണം നമ്മൾ പലപ്പോഴും റമദാൻ മാസം വരുമ്പോൾ ചില പ്രസംഗങ്ങളും ക്ലാസ്സുകളൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേൾക്കാറുണ്ട്. പിന്നെ റമദാൻ ആവുമ്പോൾ ഒരു താല്പര്യത്തോടു കൂടി ഖുർആൻ എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബന്ധം ഖുർആനോട് എത്രത്തോളം ഉണ്ട് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. ആരെയും ആക്ഷേപിക്കുകയല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം വെള്ളിയാഴ്ചയാണ്, ഇന്ന് അൽ-കഹ്ഫ് ഓതാത്ത എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? അത് നമുക്കൊരു വെളിച്ചമാണ്, അടുത്ത ആഴ്ച വരേക്കുള്ള വെളിച്ചമാണ്. ചില ഹദീസുകളിൽ പരലോകത്തും അത് വെളിച്ചമാണെന്ന് റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഖുർആൻ ഓതുന്ന ആളുകളാകുക. അള്ളാഹിന്റെ കലാമാണ്. അതിനോളം ശ്രേഷ്ഠമായൊരു വാക്കുകൾ വേറെ ഇല്ല. അള്ളാഹുമായി നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു മേഖലയാണത്. അള്ളാഹ് നമ്മോട് സംസാരിക്കുകയാണ്. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഖുർആൻ. അൽ ഖുർആനു കലാമുല്ലാഹ് മിനല്ലാഹി ഇലല്ലാഹി, അള്ളാഹുവിൽ നിന്നും വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന തത്തുല്യമായി മറ്റൊന്നുമില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. എല്ലാ റമദാനിലും കേൾക്കുന്ന ഹദീസാണ്. നിങ്ങൾ ഖുർആൻ ഓതണം, അത് പരലോകത്ത് നിങ്ങൾക്ക് ശുപാർശകനായിട്ട് വരും. അപ്പോൾ വിചാരണ വേളയിൽ അതൊരു ആശ്വാസമാണ്. അങ്ങനെ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെങ്കിൽ നമ്മൾ ഖുർആനുമായി ബന്ധമുള്ളവരായിരിക്കണം. അതിന് ആദ്യ ഭാഗം എന്ന് പറയുന്നത് അറബി ഭാഷയുടെ പ്രാഥമിക കാര്യങ്ങൾ പഠിക്കലാണ്. കാരണം അറബി ഭാഷ പഠിക്കാണ് ഖുർആൻ ഓതാൻ കഴിയില്ല. അപ്പൊ ഖുർആൻ പഠിക്കണമെന്ന നിയ്യത്തോടു കൂടി ഒരാൾ അറബി ഭാഷ പഠിച്ചാലോ ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, ആ നിയ്യത്തിനും അതിന് പ്രതിഫലമുണ്ട്. പിന്നെ ഖുർആൻ ഓതാൻ പഠിക്കുക. ഇന്നും ഖുർആൻ അക്ഷരം തെറ്റാതെ കൃത്യമായി ഓതാൻ കഴിയാത്ത പല സഹോദരന്മാരുമുണ്ട്. ഹർക്കത്തുകളും അതേപോലെയുള്ള മറ്റു അടയാളങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ വലിയ ആശയ വ്യത്യാസങ്ങളാണ് വരുന്നത്. ഗൗരവമുള്ള വ്യത്യാസങ്ങൾ വരും. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഖുർആൻ പാരായണം ചെയ്യുന്നവരാവുക. അറിയാത്തവരാണ് ഒരാളെ, അറിയുന്ന ഒരാളെ കൂടെ ഇരുത്തി ഖുർആനെ നമ്മൾ ഓതി കേൾപ്പിച്ച് തെറ്റുകൾ തിരുത്താനിരുന്നാൽ അതൊരു മോശമായ കാര്യമൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ചിലപ്പോൾ അതായിരിക്കും. കാരണം അള്ളാഹിന്റെ കലാം പഠിക്കാനായിരിക്കുന്നത്. ഈ ഖുർആൻ നാളെ പരലോകത്ത് വരും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ.
ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഖ്റഉ സഹറാവൈൻ, നിങ്ങൾ സഹറാവൈൻ പാരായണം ചെയ്യണം. സഹറാവൈൻ എന്ന് പറഞ്ഞ 2 പുഷ്പങ്ങൾ എന്നാണ്. അതേതാ 2 പുഷ്പങ്ങൾ? അൽ ബഖറത്തു വ സൂറത്തു അലി ഇംറാൻ. ഈ 2 സൂറത്തുകളെ കുറിച്ച് സഹറാവൈൻ എന്ന് പറഞ്ഞു. فإنهما تأتيان يوم القيامة كأنهما غمامتان أو كأنهما غيايتان. നമ്മുടെ പരലോകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സൂര്യൻ ഏറ്റവും അടുത്തായിരിക്കും. അത് ആലങ്കാരിക പ്രയോഗങ്ങളൊന്നുമല്ല. ഓരോരുത്തരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവന് വിയർപ്പിൽ മുങ്ങിയിരിക്കും. ആ സന്ദർഭത്തിൽ മേഘത്തെ പോലെ തൻ്റെ മുകളിൽ ആ 2 സൂറത്തുകൾ നമുക്ക് തണലായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ തൈരിൻ സവാഫ് തുഹജ്ജാനി അൻ അസ്ഹാബിഹിമാ. അല്ലെങ്കിൽ ഈ പക്ഷിക്കൂട്ടങ്ങൾ പോലെ, പക്ഷികൾ ഇങ്ങനെ കൂട്ടായിട്ട് വരുമല്ലോ, എന്നതുപോലെ നമുക്ക് മുകളിൽ ഒരു മറയായി തണലായിട്ടുണ്ടാകും. മാത്രവുമല്ല ഈ 2 സൂറത്തുകളും നമുക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശയും സംസാരവും നടത്തുമെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതണം. ഫഇന്നഹദഹാ ബറക, അതിൻ്റെ ആ ബഖറയെ സ്വീകരിക്കൽ ബറക്കത്താണ്. ബഖറ ഓതല്. അപ്പോൾ ഓതല് മാത്രമല്ല അതിൻ്റെ അർത്ഥം നമ്മൾ അറിയണം. കാരണം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ബഖറ. അപ്പോൾ അത് സ്വീകരിക്കൽ ബറക്കത്താണ്. വതർകുഹാ ഹസ്റ, ആ സൂറത്തുൽ ബഖറ ഒഴിവാക്കലോ അത് നഷ്ടമാണ്. വലാ തസ്തതിഉൽ ബത്ല, സിഹിറിന്റെ ആളുകൾക്ക് ആ ഖുർആൻ നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം, ആ സൂറത്തിലുള്ളിടത്തോളം കാലം അവർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. പൈശാചികമായ സിഹിറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സൂറത്തുൽ ബഖറയാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതണം. ആ ഓതുന്ന വീട്ടിൽ പിശാചിന് പ്രവേശനമില്ല. അപ്പൊ ഈ ഹദീസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ 804-ാമത്തെ ഹദീസ്. അപ്പൊ നമ്മൾ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമത്തി മിൻ മഖാമിഹി ഇലാ മക്ക. ഒരാൾ എവിടെ താമസിക്കുന്നു അവിടെ മുതൽ മക്ക വരെയുള്ള ദൂരത്തേക്ക് ഖിയാമത്ത് നാളിൽ നമ്മുടെ കൂടെ ഒരു വെളിച്ചുണ്ടാകും. എപ്പോന്നറിയോ? എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ. അതൊരു നിസ്സാരമായ കാര്യമൊന്നുമല്ല. കാരണം പരലോകത്ത് പല നിലക്കുള്ള ഇരുട്ടുകളുണ്ട് എന്നാണ്. ആ ഇരുട്ടിൽ നിന്ന് നമുക്ക് വേണ്ടത് വെളിച്ചമാണ്. ആ വെളിച്ചത്തിന്റെ ഒരു മാർഗമാണെന്ത്? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ. അപ്പോൾ എവിടെയാണോ അവൻ നിന്ന് ഖുർആൻ ഓതുന്നത് അവിടെ മുതൽ മക്ക വരെയുള്ള അതൊരു അകൽച്ച പഠിപ്പിക്കാൻ വേണ്ടി പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല വഹയിലൂടെ അറിയിക്കുന്ന കാര്യം അതിൻ്റെ എത്രത്തോളമാണ് അതൊക്കെ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. പിന്നെ സ്വഹീഹാണ് എന്ന് ഷെയ്ഖ് അൽബാനി സിൽസിലത്തു സ്വഹീഹയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുപോലെ പരലോകത്ത് നമുക്ക് ആശ്വാസം നൽകുന്ന മറ്റൊന്നാണ് ജമാഅത്ത് നമസ്കാരങ്ങൾ. ഇതൊക്കെ നമ്മൾ അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ പോയി നിർവഹിക്കുമ്പോൾ അത് ജമാഅത്തായി പള്ളിയിൽ പോയാൽ ജമാഅത്തിൻ്റെ ഒരു 27 ഇരട്ടി കൂലി കിട്ടും. ഇനി അത് പോയില്ലെങ്കിൽ ആ കൂലി നഷ്ടപ്പെടുന്നല്ലേ ഉള്ളൂ. നമസ്കാരം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ പലപ്പോഴും സ്വയം സമാധാനിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഒരു കാരണവുമില്ലാതെ ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് 20ഓളം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ജമാഅത്ത് നമസ്കാരം വാജിബാണ് എന്ന് പറയുന്നുണ്ട്. അധികം തെളിവൊന്നും വേണ്ട. യുദ്ധം നടക്കുമ്പോൾ 2-3 രൂപത്തിൽ ജമാഅത്ത് നമസ്കാരത്തിന് രീതി പഠിപ്പിച്ചു. ശത്രു മുമ്പിൽ ഉണ്ടെങ്കിൽ, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമസ്കരിക്കണം 2-3 രൂപങ്ങളുണ്ട്. യുദ്ധം നടക്കുമ്പോൾ പോലും ജമാഅത്തിൽ ഒഴിവില്ലെങ്കിൽ പിന്നെ ഇനി നമുക്ക് വേറെ തെളിവുണ്ട് എന്നൊന്നും ആവശ്യമില്ലല്ലോ, അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം താല്പര്യം കാണിക്കാം. പ്രത്യേകിച്ചും രാത്രി നമസ്കാരങ്ങൾ, ഇരുട്ടത്ത് പോയി വരുന്ന നമസ്കാരങ്ങൾ, അതിൽപ്പെട്ടതാണ് ഇശാവും സുബഹയും. മഗ്രിബ് അങ്ങോട്ട് ഇരുട്ടല്ല, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇരുട്ടാണ്. അബൂദാവൂദിന്റെ ഹദീസിൽ കാണാം, ബശ്ശിരിൽ മശ്ശാഈന ഫിൽ ളുൽമി ഇലൽ മസാജിദി ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ. ഇരുട്ടത്ത് പള്ളിയിലേക്ക് പോയി നമസ്കരിക്കുന്ന ആളുകൾക്ക്
ഖിയാമത്ത് നാളിൽ വലിയ വെളിച്ചമുണ്ടായിരിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇരുട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചെറിയ മഴച്ചാറലുണ്ട്, ഇതൊന്നും ഒരു കാരണമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ രാത്രി ജമാഅത്തുകൾ പ്രത്യേകിച്ചും ഒഴിവാക്കരുത്. കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, ഒരാള് ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി പകുതി വരെ നമസ്കരിച്ച പ്രതിഫലം, സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം. നമ്മുടെ ആയുസ് പരിമിതമാണ്. കേട്ടിട്ടില്ലേ, 20-ലും 30-ലും 40-ലൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ടവരല്ലേ നമ്മൾ. ഇനി ഏറിയാൽ 60-നും 70-നും ഇടക്കുന്നതാണ് നമ്മുടെ ആയുസ്. ഈ ആയുസ്സിനുള്ളിൽ ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ വലിയ മഹത്വവും പ്രതിഫലവും നേടാനാകുന്ന അവസരങ്ങൾ റഹ്മാനായ റബ്ബ് നൽകുമ്പോൾ അത് നമ്മൾ വീഴ്ച കാണിച്ചാൽ നമ്മളാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയാം. ആയുസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൻ തവല്ലഅ ഫീ ബൈതിഹി, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് വുളു എടുത്ത് ഫഹ്സനൽ വുളുഅ, തൻ്റെ വുളുഇനെ നന്നാക്കിയാൽ, തുമ്മ അത്തൽ മസ്ജിദ, അവൻ പള്ളിയിലേക്ക് പോവുകയും ചെയ്താൽ, ഫഹുവ സായിറുല്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ സന്ദർശകനാണ്. പള്ളിയിലേക്ക് ഒരാൾ പോകുക എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുവിനെ സന്ദർശിക്കാൻ പോകുന്ന ആളാണ്. വഹഖുൻ അലൽ മസൂരി അൻ യുക്രിമ സായിർ, സന്ദർശിക്കുന്ന വ്യക്തിയെ ആദരിക്കൽ സന്ദർശിക്കപ്പെടുന്നവന്റെ ബാധ്യതയാണ്. അല്ലേ, നമ്മളൊരാളെ സന്ദർശിക്കാൻ പോയാൽ ആ വ്യക്തി നമ്മളെ ആദരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന പോലെയാണ് പള്ളിയിലേക്കുള്ള പോക്ക്. അപ്പൊ ആ വ്യക്തിയോടുള്ള ഇഷ്ടം പോലെയാണ് നമ്മുടെ സന്ദർശനം ഉണ്ടാകുക. ഒരു വ്യക്തിയോട് നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് സന്ദർശിക്കും. ചിലപ്പോൾ ഇടയ്ക്ക് ഫോൺ ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൊണ്ടാണ്. അള്ളാഹിനോടുള്ള ഇഷ്ടമാണ് ജമാഅത്തിലേക്കുള്ള നമ്മുടെ വരവ് നമ്മൾ തിരിച്ചറിയുക. ഈ ഹദീസ് ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി ഹസനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങളുടെയൊക്കെ ചുരുക്കം എന്താണെന്നറിയോ? കഴിഞ്ഞ 2-3 ഖുതുബയിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മൾ അള്ളാനെ പരിഗണിച്ചാൽ അത് നമ്മെ ഇങ്ങോട്ട് പരിഗണിക്കും. ഉദ്കുറൂനി അത് കുറുക്കും. അത് ദുനിയാവിൽ മാത്രമുള്ള കാര്യമല്ല. അള്ളാനെ നമ്മൾ അങ്ങോട്ട് പരിഗണിക്കുക, അള്ളാനെ ഓർക്കുക. അള്ളാനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് പറഞ്ഞതൊക്കെ ചെയ്യുക. അത് ചിലതൊക്കെ നമ്മൾ ചെയ്താൽ തീർച്ചയായും എല്ലാവരും പ്രയാസപ്പെടുന്ന വേളയിൽ അല്ലാഹു തആല നമ്മെ പ്രത്യേകം പരിഗണിക്കും. അല്ല, നമ്മൾ ഈ കൽപ്പനകളൊന്നും നമ്മൾ പാലിക്കാതെ അത് മഹത്വമുള്ളത് നമുക്ക് വിഷയമല്ല, ഇതിന് പ്രാധാന്യമുണ്ട്, അത് വിഷയമല്ല, പരലോകത്ത് ഇതുകൊണ്ട് ഗുണമുണ്ട്, നമുക്ക് അതിനോടും ഒരു താല്പര്യമില്ല, അങ്ങനെ നമ്മൾ അള്ളാഹനെ മറന്ന് ജീവിച്ചാലോ അള്ളാഹ് നമ്മളെയും മറക്കും. ചുരുക്കം അതാണ്. അള്ളാഹനെ അങ്ങോട്ട് പരിഗണിച്ച്, അള്ളാഹനെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മുടെ പരിഗണന ആവശ്യമൊന്നുമില്ല. അവൻ അത്യുന്നതനാണ്, അവൻ അളീമാണ്, അവൻ അലയാണ്, തആലയാണ്, അവൻ കബീറാണ്. അൽ കബീറുൽ മുതആൽ, അള്ളാഹിനെക്കാളും പദവിയിലും സ്ഥാനത്തും ഉയർന്ന ആരും ലോകത്ത് വേറെ ആരും ഒരു മഖ്ലൂക്കും ഇല്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പരിഗണിച്ചാൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അതിന് ഗുണം നമുക്കാണ്. അല്ല, ആ റബ്ബിനെ വിസ്മരിച്ചാൽ, അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മൻ അഅറദ അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. നമ്മളെ ഉത്ബോധനങ്ങളെ, നമ്മുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച ഒരാൾ ജീവിച്ചാൽ അവന് മഈശത്തൻ ളൻക, ഇടുങ്ങിയ ജീവിതം ഉണ്ടാവും. അത് ഇഹലോകത്തും ഉണ്ടാവും, നാളെ പരലോകത്തും ഉണ്ടാവും. ഖിയാമത്ത് നാളിൽ നമ്മൾ അവൻ അന്ധനായി ഒരുമിച്ച് കൂട്ടും. അവൻ പറയും, യാ റബ്ബി ലിമ ഹശർതനി അഅമ, റബ്ബി എന്തിനാ എന്നെ കണ്ണ് കാണാത്തവനായി ഒരുമിച്ച് കൂട്ടിയത്? അപ്പൊ അങ്ങനത്തെ ആളുകളും പരലോകത്തുണ്ട്. വഖദ് കുന്തു ബസീറ, ഞാൻ കണ്ണ് കാണുന്നവനായിരുന്നല്ലോ. അള്ളാന്റെ മറുപടി എന്താണെന്നറിയോ? കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, അതെ, നമ്മുടെ പല നിർദ്ദേശങ്ങളും നിനക്ക് വന്നു, നീ അതിനെ അവഗണിച്ചു. കണ്ണ് കാണാത്തവനെ പോലെ നീ കണ്ണ് മൂടിക്കളഞ്ഞു എൻ്റെ രേഖകൾക്ക് മുമ്പിൽ, എൻ്റെ നിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ. വകദാലികൽ യൗമ തുൻസാ, അതുപോലെ ഇന്ന് നിന്നെയും വിസ്മരിക്കുകയാണ്. അപ്പൊ നോക്കി നിങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കാത്തതിന്റെ പേരിൽ പരലോകത്ത് റബ്ബിന്റെ ഇംതിഖാം, പ്രതികാരം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും. നമ്മളെ ഈ ദിവസത്തെ, പരലോക ദിവസത്തെ നിങ്ങൾ മറന്നു ജീവിച്ചു, അപ്പൊ ഇന്ന് നാം നിങ്ങളെയും മറക്കുകയാണ്.
അവർ റബ്ബിന്റെ പരിഗണനയും പിന്നെ പ്രത്യേക കാരുണ്യം ആ ദിവസം കിട്ടാതെ പോവുകയാണ്. നമുക്കിത് കിട്ടണം, അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ലളിതമായി വിചാരണ ചെയ്യുന്ന, പരലോകത്ത് സന്തോഷവും സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന ആ നല്ല ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബകളിൽ നമസ്കാരത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പാകപ്പിഴവുകളെ സംബന്ധിച്ച് നമ്മൾ ഉണർത്തുകയുണ്ടായി. അതിനുള്ള കാരണവും നമ്മൾ പറഞ്ഞു. ചില പോരായ്മകൾ അല്ലെങ്കിൽ ചില ന്യൂനതകൾ, ചിലത് നമസ്കാരത്തിൻ്റെ പ്രതിഫലം നമുക്ക് കുറച്ച് കളയും, ചിലത് നമസ്കാരത്തെ മുഴുവനായും പാത്തിലാക്കാൻ കാരണമായി തീരും. അങ്ങനെയുള്ള ഗൗരവങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ്, ജമാഅത്തായി നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ, ഇത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചൊരു വിഷയമാണ്, എങ്കിലും പലപ്പോഴും പറയേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് വീണ്ടും ഉണർത്തുകയാണ്. ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത്. നമസ്കാരത്തിൽ നമ്മൾ ഒരിക്കലും കർമ്മത്തിൽ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. അത് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അവസാനം സലാം വീട്ടുന്നത് വരെ, തസ്ലീം വരെ ഒരു കാര്യത്തിലും ഇമാമിനെ മറികടന്ന്, ഇമാമിനെ മുൻകടന്ന് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം ഇന്നമാ ജുഅലൽ ഇമാമു ലിയുതമ്മ ബിഹി ഫൈദാ കബ്ബറ ഫകബ്ബിറു വൈദാ റകഅ ഫർകഉ വൈദാ സജദ ഫസ്ജുദു. ഇമാം നിശ്ചയിക്കപ്പെട്ടത് ആ ഇമാമിനെ അനുകരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഉത്തമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇമാമാണ്, ആ ഇമാമിന്റെ പിറകെ നമ്മൾ ചെയ്യണം. അപ്പൊ ഈ മുൻകടക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ ഇമാം ഇപ്പൊ റുക്കൂ സൂറത്ത് ഓതി കഴിഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ റുക്കൂയിലേക്ക് ഇമാം പോവുക, അപ്പോഴേക്കും നമ്മൾ റുക്കൂയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതൊരു മുൻകടക്കലാണ്. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇമാം ഉയരുന്നുള്ളൂ, അപ്പോഴേക്കും നമ്മൾ ഉയർന്നു നിന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ സുജൂദിലേക്കുള്ള പോക്ക്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാം അങ്ങോട്ട് പോവുക, നമ്മൾ അതിന്റെ മുമ്പ് സുജൂദിലെത്തി. മഅ്മൂമുകൾ ചിലപ്പോൾ ഇമാമിന്റെ മുമ്പ് സുജൂദിൽ നിന്ന് ഉയരുകയാണ്. ഈ നിലക്ക് ഒരിക്കലും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. ഇമാമിനെ പിന്നെ എന്താ പറയാ, മുവാഫഖത്ത് എന്നൊരു ഏർപ്പാട്. മുവാഫഖത്ത് പറഞ്ഞാൽ ഇമാമിന്റെ ഒപ്പം പോവുക, അത് പാടില്ല, അതും പാടില്ല. മുവാഫഖത്ത്, മുസാബഖത്ത് 2-3 രൂപത്തിലുണ്ട്. മുവാഫഖത്ത് പറഞ്ഞാൽ ഇമാമിന്റെ ഒപ്പം പോകും, ഇമാമ റുക്കൂയിലേക്ക് പോകുമ്പോൾ ഒപ്പം നമ്മളുണ്ട്, അത് പാടില്ല. മറ്റൊന്നെന്താണ് മുസാബഖത്ത്. മുസാബഖത്ത് പറഞ്ഞാൽ ഇമാമിനെ മുൻകടന്ന് പോവുക, അതും പാടില്ല. പിന്നെ അവിടെ വേണ്ടത് എന്താ? അതിനാണ് മുതാബഅത്ത്. മുതാബഅത്ത് പറഞ്ഞാൽ പിന്തുടരുക. ഇമാമ റുക്കൂയിലേക്കാണ് പോയി, സ്വഹാബത്ത് പറയാണ്, ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിൽ എത്തിയിട്ട് ഞങ്ങൾ റുക്കൂയിലേക്ക് പോകാറുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദ്, അതൊക്കെ ചൊല്ലി നിന്ന് ഇമാം റുക്കൂയിലേക്ക് എത്തി, അപ്പൊ നമ്മൾ പോകാം. സ്വഹാബത്ത് പറയുന്നുണ്ട്, ഹദീസിൽ കാണാം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് എത്തിയിട്ടാണ് ഞങ്ങൾ സുജൂദിലേക്ക് പുറപ്പെടാറുള്ളത്. അതിനെ പിന്തുടരുക എന്ന് പറയാം. എന്നാൽ അത് കരുതിയിട്ട് കുറേ പിന്താൻ പറ്റുമോ? അതും പാടില്ല. ഇമാമ സുജൂദിലെത്തി, ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് അടുത്ത ഇരുത്തത്തിലേക്ക് എണീക്കുമ്പോഴും നമ്മളിവിടെ എത്തിതാല് ചൊല്ലിക്കൊണ്ടിരിക്കുക. ചില ആളുകൾ അങ്ങനെ കാണാം, ഇമാം സലാം വീട്ടിയാലും അവരിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതും പറ്റൂല, വൈകാൻ പാടില്ല. അപ്പൊ അമിതമായി വൈകാനും പാടില്ല, മുൻകടക്കാനും പാടില്ല, ഒപ്പമാകാനും പാടില്ല. പിന്നെ എന്താ വേണ്ടത്? പിന്തുടരുക. ഹദീസിൽ കാണാൻ സാധിക്കും വളരെ ഗൗരവത്തോടു കൂടി, അമാ യഖ്ശ അല്ലദീ യർഫഉ റഅസഹു ഖബ്ല ഇമാമി അൻ യുഹവ്വില അല്ലാഹു റഅസഹു റഅസ ഹിമാർ ഔ യജ്അല സൂറതഹു സൂറത ഹിമാർ. ഇമാമിന്റെ മുമ്പ് തല ഉയർത്തുന്ന ആളുകൾ ഭയപ്പെടുന്നില്ലേ? എന്തിനെ? അള്ളാഹു അവന്റെ തല കഴുതയുടെ തലയാക്കി മാറ്റിയേക്കാം, അല്ലെങ്കിൽ ഔ യജ്അല സൂറതഹു സൂറത ഹിമാർ, അവന്റെ രൂപം തന്നെ കഴുതയുടെ രൂപമാക്കി മാറ്റിയേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഖിർദത്തും ഖനാസീറുകളും പന്നികളും കുരങ്ങുകളുമാക്കി മാറ്റപ്പെട്ട തലമുറകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്.
അള്ളാഹുവിന്റെ ശിക്ഷ പല രൂപത്തിലാണ്. റബ്ബ് എല്ലാറ്റും കഴിവുള്ളവരുമാണ്. അപ്പം അതുകൊണ്ട് ഈ നമസ്കാരത്തിൽ ജമാഅത്തായി നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇതൊരു ഗൗരവകരമായ വിഷയമാണ്. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒപ്പം ഇമാമിനെ കൂടെ നമ്മൾ കൈബന്ധിച്ച് ഇമാം കൈ വെക്കുമ്പോഴേക്കും നമ്മളും കൈവച്ച് അങ്ങനെ ഒപ്പാകാൻ പാടില്ല. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയതിനു ശേഷം നമ്മൾ പിറകിലാണ് എന്ത് ചെയ്യേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടേണ്ടത്. ഇമാം റുക്കൂയിലേക്ക് പോയാൽ അതുകൊണ്ടാണ് ഇദാ കബ്ബറ എന്നല്ലേ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ, അതാണ് ഇദാ എന്ന വാക്കിന്റെ പ്രത്യേകത. ഇദാ ഇമാമിന്റെ അത് കഴിയണം. വൈദാ റകഅ ഇമാം റുക്ഊ ചെയ്താൽ, വൈദാ സജദ ഇമാം സുജൂദ് ചെയ്താൽ, അപ്പോ ആ ഇമാമിന്റെ കൂടെ ഒപ്പമാകാൻ പാടില്ല. പിന്തുടർന്നുകൊണ്ട് നമ്മൾ കാര്യം ചെയ്യണം, മുൻകടക്കാനും പാടില്ല. അത് ഗൗരവമുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഖുതുബയിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ചെറുതും വലുതുമായ വിശ്വാസപരവും കർമ്മപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചില സഹോദരന്മാരൊക്കെ വളരെ പ്രയാസത്തിലും രോഗത്തിലുമാണ്. പലരും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല അവസ്ഥകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാതരം പൈശാചികമായ മേഖലകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ മരണം വരെ ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. എല്ലാത്തരം ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ത്വയ്യിബ് തറാഹും വജ്അലിൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ ലാ തശ്വി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ثبت قلوب اللهم مقلب القلوب ثبت قلوبنا على طاعتك. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وكرمك يا أكرم الأكرمين. صلى الله